എസ്കേപ്പ് ആകുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിലേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് ഏതായിരുന്നു? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. Today we are going to discuss about sources. Okay, sources of leakage waste in hospital. Screen clear ആണല്ലോ? Yes, ma'am. Yes, ma'am. അപ്പൊ നമ്മൾ പഠിച്ചു ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു ബ്ലഡ് ഉണ്ടാകാം, കെമിക്കൽസ് ഉണ്ടാകാം, അല്ലെ, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാവാം. അങ്ങനെ ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള സ്പില്ലേജുകൾ ഉണ്ട്. ഈ സ്പില്ലേജിന്റെ എല്ലാം സോഴ്സസ് എവിടെയാണ്? ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇത്തരം വേസ്റ്റുകളുടെ സോഴ്സ് ഏതാണ്? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയർ. Okay, during surgeries, blood transfusion and dialysis, there is a risk of leakage of blood and body fluids. എന്തോ? ഓക്കെ, അപ്പോ ഏതായിരുന്നു ഫസ്റ്റ് വൺ? ഏതാണ് ഫസ്റ്റ് സോഴ്സ്? ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയർ. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? നിങ്ങൾക്കാണോ? ബ്രേക്ക് ആയി പോകുന്നുണ്ടോ വോയിസ്? മാഡം, ഇത് കഴിഞ്ഞിട്ട് നോട്ട് എഴുതാൻ തരുമോ? നോട്ട്സ് എഴുതാൻ തരുമെന്നോ? നമ്മൾ എടുത്തു പോകുന്ന തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പുതിയ ടേംസോ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ലെക്ചർ നോട്ട്സ് പോലെ എഴുതി പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, അപ്പോ ഏതൊക്കെയാണ് സോഴ്സ്? ഫസ്റ്റ് വൺ ആണ് മെഡിക്കൽ പ്രൊസീജിയർ. എങ്ങനെയാണ് മെഡിക്കൽ പ്രൊസീജിയറിലൂടെ ഇത്തരം വേസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ്? ഡ്യൂറിങ് സർജറീസിന്റെ ടൈമിലാവാം, അല്ലെങ്കിൽ എങ്ങനെയാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലാകാം, അല്ലെങ്കിൽ ഡയാലിസിസിന്റെ ടൈമിലാകാം. ഈ ടൈമിലെല്ലാം എന്താണ്? ബ്ലഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ എന്താണ്? ലീക്കേജ് ആവാനായിട്ട്, സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പൊ സർജറീസിന്റെ ടൈമില് ഓക്കെ ബ്ലഡ് വരാം, ബോഡി ഫ്ലൂയിഡ്സ് വരാം. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം ലീക്കേജും എന്താണ്? ഒരു സോഴ്സ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ബ്ലഡ് ലാബിലേക്ക് എന്താണ്? സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യും, അല്ലെ? ടെസ്റ്റിന് പോകാറുണ്ട്, ബ്ലഡ് ടെസ്റ്റിന് പോകാറുണ്ട്. അപ്പൊ അവർ സൂചി ആ നീഡിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വരാറുണ്ട്, ഇല്ലേ? ആ ബ്ലഡ് അവരെന്താ ചെയ്യാ? ഒരു കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്തെടുക്കും. അപ്പൊ ഓൾറെഡി ആ കോട്ടണില് ബ്ലഡ് ആയിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതെന്താണ്? ഒരു ലീക്കേജ് ആണ്, ഒരു വേസ്റ്റ് ആണിത്, അല്ലെ? ബ്ലഡിന്റെ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ കോട്ടൺ നേഴ്സ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരം പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാത്ത, ഡിസ്കാർഡ് ചെയ്യാത്ത ഇത്തരം മെറ്റീരിയൽസ് എന്താണ്? ഹോസ്പിറ്റൽസിലെ ലീക്കേജിന് ഒരു കാരണമാകുന്നുണ്ട്, സ്പില്ലേജ് വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നേഴ്സസ് മാസ്ക് വെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സാമ്പിൾസ് കളക്ട് ചെയ്യുമ്പോൾ നേഴ്സസ് എന്താണ്? ഗ്ലൗസ് വെയർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടി? അത് നമ്മൾ പറഞ്ഞു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്തിനു വേണ്ടിയുള്ളത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. PPE. എന്താ PPE? എന്താ PPE? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ എന്തായിരുന്നു PPE? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതെന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ആ വേർഡിൽ തന്നെ ഉണ്ട്. എന്തിനു വേണ്ടിയാ? പ്രൊട്ടക്ഷൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഡ്യൂറിങ് സർജറി ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലായിക്കോട്ടെ, ഡയാലിസിന്റെ ടൈമിലായിക്കോട്ടെ, ഇത്തരം ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് പോലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ എന്താണ്? സ്പ്രെഡ് ആകാനായിട്ട്, ലീക്കേജ് സംഭവിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ ഈ പ്രൊസീജിയറും, ഈ മെഡിക്കൽ പ്രൊസീജിയറും ഒരു സോഴ്സ് ആണ്. ഇത്തരം സ്പില്ലേജ് വേസ്റ്റിന്റെ, ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സ് ആണ് മെഡിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെഡിക്കൽ പ്രൊസീജിയർ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോഴ്സസ് ആണ്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സസ് ഏതെല്ലാമാണെന്ന്. അപ്പൊ ഫസ്റ്റ് വൺ ആയിരുന്നു മെഡിക്കൽ പ്രൊസീജിയേഴ്സ്.
പലതരം മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഈവൻ സർജറി ആകാം, പിന്നെന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആകാം, അല്ലെങ്കിൽ ഡയാലിസിസ് ആകാം. ഇത്തരം സാഹചര്യങ്ങളിൽ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജ് ആവാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ ഈവൻ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിലും അതൊരു വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ ഒരു സോഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഏതാണ്? ലബോറട്ടറി ടെസ്റ്റിംഗ്സ്. ഓക്കെ, ഹോസ്പിറ്റൽസ് ക്യാരി ഔട്ട് different laboratory tests on blood, urine and other body fluids. These tests can consist of the use of chemicals, reagents and other dangerous materials. ഇപ്പൊ ലാബുകളിലെ ലബോറട്ടറി ടെസ്റ്റിംഗ്സ് മറ്റൊരു സോഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് സോഴ്സ് ആയിരുന്നു മെഡിക്കൽ പ്രൊസീജിയർ. ആൻഡ് സെക്കൻഡ് വൺ ഏതാണ്? ലബോറട്ടറി ടെസ്റ്റിംഗ്സ്. ലാബുകളിൽ നമ്മൾ എന്ത് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തിനു വേണ്ടി സാമ്പിൾസ് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ? ടെസ്റ്റിന് വേണ്ടി സാമ്പിൾസ് കളക്ട് ചെയ്യാറുണ്ട്. ബ്ലഡ് ആയിക്കോട്ടെ, ബോഡി ഫ്ലൂയിഡ്സ്, യൂറിൻ പോലുള്ളവ കളക്ട് ചെയ്യാറുണ്ട്. ഇത് കളക്ട് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്തരം കളക്ട് ചെയ്യുന്ന ഈ സാമ്പിൾസ് സ്റ്റോർ ചെയ്ത് വെക്കണോ? സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടോ? ഇല്ല. അത് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? സാധാരണ ഡിസ്കാർഡ് ചെയ്യും. അപ്പൊ ഇത്തരം സാമ്പിൾസും എന്താണ്? ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് ഇത്തരം നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിൾസ്. പിന്നെ ഈ ടെസ്റ്റിന്റെ ടൈമിൽ കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ട്. ടെസ്റ്റിന് വേണ്ടി കെമിക്കൽസ് അല്ലെങ്കിൽ റിയേജൻസ് എല്ലാം ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഫൈനലി എന്താണ്? ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ക്ലിയർ ആണോ? നെക്സ്റ്റ് സോഴ്സ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ലബോറട്ടറി ടെസ്റ്റിംഗ്സ്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് പേഷ്യന്റ് കെയർ. ഓക്കെ, പേഷ്യന്റ് കെയർ. പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഹോസ്പിറ്റൽസിൽ സ്പില്ലേജ് വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ്? In the course of patient care activities such as changing bed lines, clearing bedpans, or helping with personal cleanliness, there is a risk of leakage of body fluids and other materials. ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ് ഉണ്ടാകാം. ഈ പേഷ്യൻസിന് നമുക്കറിയാം ഡെയിലി എന്താണ്? ബെഡ്ഷീറ്റ്, ബെഡ് ലൈൻസ് ചേഞ്ച് ചെയ്യും അവരുടെ അല്ലെ? ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും. പിന്നെന്താണ്? ബെഡ് പാൻസ്. എന്താ ബെഡ് പാൻസ്? യൂറിൻ കളക്ട് ചെയ്യാൻ വെക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ട് അല്ലെ? കണ്ടിട്ടില്ല എല്ലാവരും? യൂറിൻ കളക്ട് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നർ, ഇതാണ് ബെഡ് പാഡ്സ്. ഇതെന്താണ്? ഇത് ക്ലിയർ ചെയ്യാറുണ്ട്, അതിലെ യൂറിൻ മാറ്റാറുണ്ട്. അപ്പൊ ഈ ടൈമിലെല്ലാം എന്താണ്? ബ്ലഡ് ആയിക്കോട്ടെ, ബോഡി ഫ്ലൂയിഡ്സ്, ഇങ്ങനത്തെ യൂറിൻ ആയിക്കോട്ടെ, ഇതെല്ലാം ലീക്കേജ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെന്താണ്? പേഴ്സണൽ ക്ലെൻസസ്. ആ പേഷ്യന്റിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ്? പലതരം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകാം. ഓക്കെ, ഇതെല്ലാം സ്പ്രെഡ് ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ എന്താണ്? ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന് എന്താണ്? പലതരം അസുഖങ്ങൾ പിടിപെടാം. ഓക്കെ, അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും ഇത്തരം മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും ഡിസ്കാർഡ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് കെയർ എങ്ങനെയാണ് ഒരു സോഴ്സ് ആയി മാറുന്നതെന്ന് മനസ്സിലായോ? പേഷ്യന്റ് കെയറിലൂടെ ഇങ്ങനെയാണ് ബ്ലഡ് ആയിക്കോട്ടെ, ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? ലീക്കേജ് ആവാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഡിക്കൽ പ്രൊസീജിയർ ആയിരുന്നു. നെക്സ്റ്റ് വൺ ലബോറട്ടറി ടെസ്റ്റിംഗ് ആണ്. തേർഡ് വൺ പേഷ്യന്റ് കെയർ. പിന്നെന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. Hospitals create many medical waste which can consist of sharps, contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. Next source ഏതാ? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഹോസ്പിറ്റൽസിൽ ധാരാളം മെഡിക്കൽ വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഷാർപ്സ് ഉണ്ടാകാം അല്ലെ? കണ്ടാമിനേറ്റഡ് ഡ്രസ് ഉണ്ടാകാം. ഈ ഓപ്പറേഷൻ ടൈമിലേക്ക് പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, അതിലെന്താണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പറ്റിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഇത്തരം ഷാർപ്സുകളെ അല്ലെങ്കിൽ ഇത്തരം മെഡിക്കൽ വേസ്റ്റിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് തോന്നുന്നിടത്തേക്ക് ഇത് ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ഡ്രസ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനും ഡിസ്കാർഡ് ചെയ്യാനും. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ എന്താണ്? എഗെയിൻ അതൊരു എന്താണ്? സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് ഇത്തരം കണ്ടാമിനേറ്റഡ് ഡ്രസ്സസും ഷാർപ്സും മാറും. ക്ലിയർ ആണോ?
അപ്പൊ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് അനദർ സോഴ്സ് ആണ്. ക്ലിയർ ആണോ? യെസ് മാം. ആൻഡ് ഫിഫ്ത്ത് വൺ ഏതാണ്? ഓക്കെ, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. Hospitals use different kinds of complex medical equipments and devices which need regular maintenance and repair. The use of dangerous materials in these activities can cause leakage. അപ്പോൾ ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സും ഡിവൈസും ഉണ്ട്. ഏതൊക്കെയായിരിക്കാം? ധാരാളം ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡിവൈസസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാവോ? സ്കാനിംഗ് മെഷീൻസ് പോലെയുള്ളതാണോ? മെഷീൻസ്, നമ്മൾ സർജറി ടൈമിലായിക്കോട്ടെ, ട്രീറ്റ്മെന്റ് ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഇമേജിംഗ് എടുക്കാനായിക്കോട്ടെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, സ്കാനിങ് എടുക്കുക, MRI, CT സ്കാൻ, അല്ലെങ്കിൽ എന്താണ് എക്സ്റേസ്, ഈ പല പ്രൊസീജിയേഴ്സിലും ഓക്കെ എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാ നടപടിക്രമങ്ങളിലും എന്താണ് നമ്മൾ പലതരം ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്തരം ഡിവൈസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം. ഓക്കെ, റിപ്പയർ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഇപ്പൊ ഷാർപ്സ്, സിസേഴ്സ്, നമ്മളതിനെ പ്രോപ്പർ ആയിട്ട് എന്താണ് കെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് റിപ്പയർ ചെയ്യണം, വേണ്ടേ? മെയിൻ്റെനൻസ് ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ എന്ത് പറ്റും? സാധാരണ നമ്മുടെ വീടുകളിലുണ്ട് കത്തി ആയിക്കോട്ടെ, സിസേഴ്സ് ആയിക്കോട്ടെ, നമ്മളത് ഡെയിലി യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? എന്താ സംഭവിക്കുന്നത്? കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. നശിച്ചു പോകും. നശിച്ചു പോകും. ചാൻസസ് ഉണ്ട്. ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന ഇത്തരം ഉപകരണങ്ങളെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും വേണം. അപ്പൊ ഈ സിസേഴ്സ് ഒക്കെ ഡാമേജ് ആയി എന്ത് ചെയ്യാം? പിന്നെ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഇത് ഷാർപ്സിലാണ് വരുന്നത്. ഇത്തരം സിസേഴ്സ് ഒക്കെ ഷാർപ്സിലാണ് വരുന്നത്. ഷാർപ്സ് നമ്മൾ പഠിച്ചില്ലേ? സ്പില്ലേജ് വേസ്റ്റ്, ഷാർപ്സ്, ആ ഒരു ഇതിലോട്ടാണ് വരുന്നത്. ഓക്കെ, അല്ലാതെ തന്നെ ഇത് ക്ലീൻ ആക്കാനായിട്ട്, റിപ്പയർ ചെയ്യാനായിട്ട് പലതരം കെമിക്കൽസ് യൂസ് ചെയ്യും. ഈ കെമിക്കൽസും ഫൈനലി ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിവൈസസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതൊരു സ്പില്ലേജ് ആയിട്ട് മാറുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഇത്തരം എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ പലതരം കെമിക്കൽസ് യൂസ് ചെയ്യും. ഓക്കെ, ഈ കെമിക്കൽസും ഫൈനലി എന്താണ് ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോ ഫിഫ്ത്ത് സോഴ്സ് ഏതായിരുന്നു? മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. And the last one എന്താണ്? സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇത് എത്രാമത്തെ ചാപ്റ്റർ ആണെന്നോ? ഓക്കെ, ചാപ്റ്റർ നമ്പർ നോക്കണ്ട. ചാപ്റ്റർ ടോപ്പിക് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? ഓക്കെ ഷഹന, നമ്മൾ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ സോഴ്സസ്, ഒരു ഹോസ്പിറ്റൽസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് വൺ ഏതാണ്? സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പ്യൂട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റുകളും പ്രോപ്പർ ആയിട്ട് എന്താണ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്, അല്ലെ? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഇത്തരം വേസ്റ്റുകൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം. ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മെഡിക്കൽ വേസ്റ്റ്, ലബോറട്ടറി സാമ്പിൾസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് within the hospital or to an off-site facility, there is a risk of leakage. അപ്പൊ ഹോസ്പിറ്റൽസിനകത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് പുറത്ത്, ഓക്കെ, ആ ബിൽഡിങ്ങിന് പുറത്ത് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന് പുറത്ത് ഇത് എവിടെയാണോ ഡിസ്കാർഡ് ചെയ്യുന്നത് ആ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ, കൊണ്ടുപോകുമ്പോൾ എന്താണ്? ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ചാൻസ് ഓഫ്, അല്ലെ, ലീക്കേജിന് ഒരു ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇതും ഒരു സോഴ്സ് ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? ഹോസ്പിറ്റൽസിലെ വേസ്റ്റുകളെ ലീക്കേജ് ചെയ്യപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ സോഴ്സ് ആണ് ദെൻ സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? മെഡിക്കൽ പ്രൊസീജിയർ ഒരു സോഴ്സ് ആണ്. ദെൻ ലബോറട്ടറി ടെസ്റ്റിംഗ്, പേഷ്യന്റ് കെയർ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ക്ലിയർ ആണോ? ഏതൊക്കെയായിരുന്നു?
സനു മാത്യു. ഓക്കെ, ഏതൊക്കെ സോഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? സനു, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. സനു മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ലാബറട്ടറി ടെസ്റ്റിംഗ്, patient care, handling and disposal of medical waste, maintenance and hospitals of medical waste, spill in the course of transport. മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, സനു. ദെൻ എന്തായിരുന്നു മെഡിക്കൽ പ്രൊസീജിയറിൽ നമ്മൾ എന്താ പറഞ്ഞത്? മെഡിക്കൽ പ്രൊസീജിയറിൽ എങ്ങനെയാണ് മെഡിക്കൽ പ്രൊസീജിയർ ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത്? സ്പില്ലേജ് വേസ്റ്റിന് ഒരു സോഴ്സ് ആയിട്ട് എങ്ങനെയാണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് മാറുന്നത്? സർജറി ചെയ്യുമ്പോ ഡ്യൂറിങ് സർജറി. പിന്നെ ഏതാണ്? ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഉമ്മ. സർജറി ചെയ്യുമ്പോ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഡയാലിസിസ് ചെയ്യുമ്പോ ഒക്കെ ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ ഒരു സോഴ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏതായിരുന്നു? ലാബറട്ടറി ടെസ്റ്റിംഗ്. ലാബറട്ടറി ടെസ്റ്റിംഗ് എന്താണ്? അഭിഷ എന്തായിരുന്നു അതിൽ പറയുന്നത്? എന്താ ലബോറട്ടറിയില് ബോഡി ഫ്ലൂയിഡ്സ്, യൂറിന്, ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോ ഇതുപോലെ വേസ്റ്റുകൾ ഉണ്ടാവും. സാമ്പിൾസ് ലീക്ക് ആവാം, അല്ലെങ്കിൽ കളക്ട് ചെയ്ത സാമ്പിൾസ് ഫൈനലി ഒരു വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വൺ പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ എന്താ അഭിഷ? പേഷ്യന്റ് കെയർ എങ്ങനെയാണ് ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത്? ഇപ്പൊ പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോ നമ്മള് മാസ്ക് ഒക്കെ ധരിക്കില്ലേ? അപ്പൊ അതൊക്കെ ഒരു സ്പില്ലേജ് വേസ്റ്റ് തന്നെ. അതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യും. അതുപോലെ ഹെൽപ്പ് ചെയ്യാ. ഓക്കെ, കണ്ടിന്യൂ. ഹലോ, അതുപോലെ ക്ലീനിങ്, ബെഡ് പാൻസ്, പിന്നെ പേഴ്സണൽ ക്ലീനിങ്സ്, അതെല്ലാം അതിൽ പെടുന്നതാണ്. ഓക്കെ, പേഴ്സണൽ ക്ലെൻലിനെസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ബെഡ് പാൻസ് ക്ലിയർ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, യൂറിനൊക്കെ സ്പ്രെഡ് ആവാം. ഓക്കെ, യൂറിന്റെ ഒക്കെ ലീക്കേജ് ഉണ്ടാവാം. ഇതൊക്കെ ഫൈനലി എന്താണ് ഇതുമായിട്ട് ടച്ച് വരുന്ന എല്ലാ മെറ്റീരിയൽസും. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ കണ്ടാമിനേറ്റഡ് ഡ്രസ്സസ്, ആ പേഷ്യന്റ് വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാം എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം. ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ടല്ല ഡിസ്കാർഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? അതൊരു സോഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. സ്പില്ലേജ് വേസ്റ്റിന് ഒരു സോഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അതിലെന്താ പറയുന്നത്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. മെഡിക്കൽ ഓക്കെ, എന്താണ്? ഹോസ്പിറ്റൽസിൽ ഒരുപാട് മെഡിക്കൽ വേസ്റ്റ് ഉണ്ട്. ഷാർപ്സ്, കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ്, വേറെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എല്ലാം. അത് നമ്മൾ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഡിസ്പോസിബിൾ ചെയ്തിട്ടില്ലേ അതൊരു മെഡിക്കൽ വേസ്റ്റ് ആയി മാറും. അതിന്റെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും റിപ്പയർ ചെയ്തില്ലെങ്കിലും എന്താണ് ഫൈനലി അതൊരു മെഡിക്കൽ വേസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ എന്തായിരുന്നു? സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അഞ്ചാമത്തെ പറയാനുള്ള പോയിന്റ് പറഞ്ഞിട്ടില്ല. ഈ ലബോറട്ടറി വേസ്റ്റുകളൊക്കെ നമ്മള് മെയിൻ്റനൻസ് എന്താ അതിൽ പറയുന്നത്? മെയിൻ്റനൻസ് ആൻഡ് ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ MRI സ്കാനിങ്, CT സ്കാൻ, എക്സ്റേസ് പോലുള്ള അത് കറക്റ്റ് ആയിട്ട് റിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ വാല്യൂഷൻ കിട്ടും. മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ ഇത്തരം എക്യുപ്മെന്റ് ഡിവൈസ് എന്താണ് ഡാമേജ് സംഭവിക്കാറുണ്ട്. അതും വേസ്റ്റ് ആയിട്ട് മാറും. ഇത്തരം റിപ്പയറിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസും ഫൈനലി ഒരു വേസ്റ്റേജ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതിലെന്താ പറയുന്നത്? സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതിൽ ലബോറട്ടറി സാമ്പിൾസ് ഒക്കെ ഇല്ലേ, അതെല്ലാം കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി പറയാമോ? ക്ലിയർ ആയില്ല. ലബോറട്ടറിയിലൊക്കെ നമ്മൾ സാമ്പിൾസ് എടുക്കില്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്കാർഡ് ചെയ്യണം. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കൂടുതൽ എന്താ പറയാ അസുഖങ്ങളും അതും ഇതൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് കാരണം.
ഹോസ്പിറ്റലിനകത്ത് ഉള്ളതും പുറത്തേക്കുള്ള വേസ്റ്റുകൾ നമ്മൾ അത് ഡിസ്കാർഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിന്നും ലീക്കേജ് ഉണ്ടാവും. അതും ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പൊ സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ക്ലിയർ ആണല്ലോ? യെസ് മാം. ഓക്കെ മാഡം. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയായിരുന്നു? ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. Leakage waste in hospitals can be of different types and each type needs specific handling and disposal of procedures. ഹോസ്പിറ്റൽസിൽ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഉണ്ട്. ഓക്കെ, പലതരത്തിലുള്ള ലീക്കേജ് വേസ്റ്റ് ഉണ്ട്. അത് ഓരോന്നിനെയും നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും വേണം. അപ്പൊ ഏതൊക്കെയാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒരു ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? കെമിക്കൽസ്. ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ്. പിന്നെന്താ? ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ്. എന്താ ഓർഗാനിക് മെറ്റീരിയൽസ്? Hospitals utilize organic materials for research or diagnostic purposes. Example, microorganisms like bacteria, virus, etc. Okay, അപ്പൊ എന്താ ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് റിസർച്ചിന് വേണ്ടി ആയിക്കോട്ടെ, ഇതുപോലത്തെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബാക്ടീരിയ, വൈറസ് പോലുള്ളവയെ യൂസ് ചെയ്യാറുണ്ട്. ഇതെന്താണ്? ഇതും ഒരു ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പേജിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ ഏതാ ഇൻക്ലൂഡഡ്? Hospitals may utilize other dangerous materials such as mercury and lead. Okay, mercury and lead used in medical equipment and supplies. അപ്പൊ ഏതൊക്കെയാ ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്? ഏതൊക്കെയാ? ബ്ലഡ് ആൻഡ് ബോഡി organic materials for research or diagnostic purpose, microorganisms, bacteria, viruses, etc. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ചോദിച്ചാൽ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എഴുതാം. ഓക്കെ, പിന്നെ ഏതാണ്? ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെ വരും? നമ്മുടെ യൂറിൻ ആയിക്കോട്ടെ, സലൈവ പോലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ കെമിക്കൽസ് വരാം. ഹോസ്പിറ്റൽസിലും കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സൊല്യൂഷൻ ആയിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ആയിക്കോട്ടെ, പലതരം കെമിക്കൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കെമിക്കൽസിന്റെ ലീക്കേജ് സംഭവിക്കാം. ദെൻ ഷാർപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സിസേഴ്സ്, ബ്ലേഡ്സ്, സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡ്സ്, നൈഫ്സ്, അല്ലെങ്കിൽ എന്താണ് നീഡിൽസ് പോലുള്ളവ എന്താണ് ഷാർപ്സിലാണ് വരുന്നത്. ഈ ഷാർപ്സും ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹോസ്പിറ്റൽസിൽ. ദെൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പലതരം എക്യുപ്മെന്റ്സിൽ, ഇമേജിംഗ് പ്രൊസീജിയേഴ്സ്. ഇമേജിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൽ മെഡിസിൻ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ഇമേജിംഗ് അല്ലെങ്കിൽ CT ഒക്കെ എടുക്കുന്നതാണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോസസ്സിലായിക്കോട്ടെ പലതരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. കൊബാൾട്ട്, ടെക്നീഷ്യം പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ് ഡയഗ്നോസ്റ്റിക്കിന്റെ ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ റിസർച്ചിനായിക്കോട്ടെ, പലതരം വൈറസുകളൊക്കെ ഹോസ്പിറ്റൽസിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ കോവിഡ് നടന്ന സമയത്ത് ഹോസ്പിറ്റൽസിൽ ഇത്തരം സാമ്പിൾസ് അവർ കളക്ട് ചെയ്യും അല്ലേ? അതിൽ റിസർച്ച് ചെയ്യും, അതിന്റെ രോഗനിർണയം നടത്തും. ഓക്കെ, ഈ സമയത്തേക്ക് ഇത്തരം സിറ്റുവേഷൻസിൽ എന്താണ് അത്തരം വൈറസ് ആയിക്കോട്ടെ, ബാക്ടീരിയാസ് ഒക്കെ എസ്കേപ്പ് ആവാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതും ഒരു ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്പില്ലേജ് വേസ്റ്റില് എക്സാമ്പിൾസ് ആണ്. ദെൻ അതർ വൺ ആണ് ലാസ്റ്റ് വൺ എന്താ? അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതേതൊക്കെയാ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസില്? ഓക്കെ, മെർക്കുറി, ലെഡിന്റെ പ്രത്യേകത എന്താ? ഹോസ്പിറ്റൽസ് മേ യൂട്ടിലൈസ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് സച്ച് ആസ് മെർക്കുറി ആൻഡ് ലെഡ് യൂസ്ഡ് ഇൻ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ്. മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഈ മെർക്കുറി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ആർക്കെങ്കിലും അറിയോ?
മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മെർക്കുറി? തെർമോമീറ്റർ. തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന തെർമോമീറ്ററിൽ ഇപ്പൊ മാറിയിട്ടുണ്ട് അല്ലെ? തെർമോമീറ്ററിൽ മെർക്കുറി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന മോണിറ്റർ ഇല്ലേ, അതിലും ഈ മെർക്കുറി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ ലീക്കേജ്, ഇതും ഒരു ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഇതിന്റെയും ലീക്കേജ് സംഭവിച്ച മെർക്കുറി ലീക്കേജ് ആയി എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്താണോ അത്? മെർക്കുറി ലീക്കേജ്. ഓക്കെ, മെർക്കുറി ലീക്കേജ് ആയി എന്ത്, മെർക്കുറിക്ക് എന്താണ്, എന്താ പ്രത്യേകത? മെർക്കുറിയുടെ പ്രത്യേകത എന്താ? സ്വർണം പോലും ഗോൾഡ് പോലും അത് റിമൂവ് ചെയ്യും. ഓക്കെ, എന്താണ് അത്? വേപ്പേഴ്സ്, മെർക്കുറി എന്നാണ് വേപ്പേഴ്സ് ഇവാപറേറ്റ് ചെയ്യും. ആ വേപ്പേഴ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് എന്ത് പറ്റും? നമ്മൾ ശ്വസിച്ചാൽ എന്ത് പറ്റും? പലതരം അസുഖങ്ങൾ വരും, ലങ്സിന് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചു റിസ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന റിസ്കിൽ ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ? മെർക്കുറി കെമിക്കൽസ്. ഓക്കെ, അപ്പൊ മെർക്കുറി നമ്മൾ എന്താണ് ഇൻഹെയിൽ ചെയ്താൽ പലതരം അസുഖങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ എന്തൊക്കെ കാരണമാകുന്നുണ്ട്? പിന്നെ ഓർണമെന്റ്സിനൊക്കെ എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യുന്നുണ്ട് മെർക്കുറി ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഓർണമെന്റ്സ് ഒക്കെ എന്താണ്? ജ്വല്ലറീസ്, മെറ്റൽസിന് എന്ത് ചെയ്യും? ഇത് ഡാമേജ് ചെയ്യുന്നുണ്ട്. പിന്നെ പലതരം അസുഖങ്ങൾ, ക്യാൻസർ, ബ്രെയിൻ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ ഒന്ന് ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെർക്കുറി ലെഡ് എന്ന് പറയുന്നത് രണ്ട് ടോക്സിക് എലമെന്റ്സ് ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? മെർക്കുറിയും ലെഡും ഒരു ടോക്സിക് എലമെന്റ്സ് ആണ്. ഓക്കെ, ഇതിന്റെ ലീക്കേജ് ഉണ്ടായാലും നമുക്ക് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും പലതരത്തിൽ ഭീഷണി അയക്കാം, ത്രെട്ടൻ ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് വൺ, ലീക്കേജ് വേസ്റ്റ് ഇൻ മാനേജ്മെന്റ്. നമ്മൾ ബ്രീഫ് ആയിട്ട് ആ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിന് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Leakage waste management is one of the important aspects of waste management in hospitals, as it can have serious after effect if not managed properly. ഇത്തരം ലീക്കേജ് വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ്, അത് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്ട് ചെയ്തേക്കാം. ഓക്കെ, ചില സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യണം. സ്ക്രോൾ ചെയ്യാമോ? ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാവരുടെ കയ്യിലും PDF ഇല്ലേ? യെസ് മാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, PDF ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിലല്ലേ? അപ്പൊ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾക്ക് അത് കാരണമായേക്കാം. അപ്പൊ ഇതിന് ചില സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ഈ ഹോസ്പിറ്റൽസിൽ ഈ വേസ്റ്റ് ലീക്കേജ് വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതിന് ചില സ്റ്റെപ്പുകൾ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഓക്കെ, hospitals should prepare a plan in place for responding to leakages, which identify the type of spillage, evaluate the risk, and carry out apt measures to contain and clean up the leakage. എന്താണ്, ഹോസ്പിറ്റൽസിന് ഇതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ഇതില്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജിനെ കുറിച്ച് പഠിച്ചില്ലേ? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഓക്കെ, ഇതിൽ ഏത് സ്പില്ലേജിനാണ് ലീക്കേജ് ഉണ്ടായിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഏത് വേസ്റ്റ് ആണ് ലീക്കേജ് ആയിരിക്കുന്നതെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, നമ്മൾ പഠിച്ചു ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രത്യേക രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്, ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഏത് തരത്തിലുള്ള ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, വേണ്ടേ?
അപ്പൊ ഏതാണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്, പിന്നെന്താണ് ഇവാലുവേറ്റ് ദ റിസ്ക്. ഇത്തരത്തിലുള്ള സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ റിസ്ക് വരാം എന്ന് ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ വിലയിരുത്തണം. വേണ്ട, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഈ സ്പില്ലേജ് ഇത്തരം മെറ്റീരിയൽസ് ലീക്കേജ് ഉണ്ടായാലും എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാവാം, എന്തൊക്കെ അപകടങ്ങൾ വരാം, ഓക്കെ ഇതൊക്കെ നമ്മൾ വിലയിരുത്തണം. ആൻഡ് ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. ലീക്കേജ് ക്ലീൻ ചെയ്യാനായിട്ട് ഓക്കെ ഏത് അബ്സോർബൻ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഓർക്കുന്നുണ്ട്, എന്തായിരുന്നു, അതിനെ സ്പ്രെഡ് ചെയ്യാതെ തടയാനായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചില മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അബ്സോർബൻ പാഡ്സ് ആയിക്കോട്ടെ, സ്പഞ്ച് ആയിക്കോട്ടെ. ഓക്കെ, ഏതാണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റൽസിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഒന്നും കൂടി പറയോ മിസ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഹോസ്പിറ്റൽസിന് ഇതിനെ കുറിച്ച് ഒന്നും കൂടി പറയോ? പറയാം. ഹോസ്പിറ്റൽസിലും ഇത്തരം സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായാൽ അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് എന്താണ്, ഐഡന്റിഫൈ ദ സ്പില്ലേജ്. ഒരു സ്പില്ലേജ് ഉണ്ടായെന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ ഫസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്താ ചെയ്യേണ്ടത്, അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് അല്ലേ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചില്ലേ, ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചു. അതിൽ ഏത് സ്പില്ലേജിനാണ് ഇത്തരത്തിൽ ലീക്കേജ് ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടെത്തണം. ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന്. ബ്ലഡ് ആണോ, അല്ലെങ്കിൽ കെമിക്കൽസിനാണോ ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വൈറസ് എസ്കേപ്പ് ആയിരിക്കുന്നതാണോ. ഓക്കെ, അതേപോലെ ഫസ്റ്റ് അപ്പൊ അത് ഏതാണെന്ന് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഇവാലുവേറ്റ് ദ റിസ്ക്. ഇത്തരത്തിൽ എസ്കേപ്പ് ആയാലും ഇപ്പൊ വൈറസ് ആയിക്കോട്ടെ, എസ്കേപ്പ് ആയാൽ അതുമൂലം എന്തൊക്കെ അപകടങ്ങൾ വരാം, ഓക്കെ എന്തൊക്കെ അപകടങ്ങൾ വരാമെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ അപകടങ്ങൾ വിലയിരുത്തണം. ക്ലിയർ ആണോ? പിന്നെന്താണ്, ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. ഏത് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത്. ഓരോന്നിനും ഓരോ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇതുമായിട്ടുണ്ടാകാവുന്ന റിസ്കുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാം, അത് സ്പ്രെഡ് ചെയ്യാതെ എങ്ങനെ അതിനെ അബ്സോർബ് ചെയ്തെടുക്കാം, അതിന് വേണ്ട മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഏത് മെറ്റീരിയൽസ് ആണെന്ന് നമ്മൾ കണ്ടെത്തണം. പിന്നെന്താണ്, ഏത് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യേണ്ടതെന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഹോസ്പിറ്റൽസിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? സ്റ്റെപ്സ് 1 ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഹോസ്പിറ്റൽ ഷുഡ് ഇഷ്യൂ proper equipment for spillage response such as absorbent pads, gloves, gowns and mask. അതായത് സ്പില്ലേജ് സ്പ്രെഡ് ആകാതെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രതിരോധിക്കാനായിട്ട് ആവശ്യമായ മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വേണം. അത് ഏതൊക്കെയാണ്? അബ്സോർബന്റ് പാഡ്സ് ആയിക്കോട്ടെ, ഗ്ലൗസ് ആയിക്കോട്ടെ, ഗൗൺസ് ആൻഡ് മാസ്ക്. ക്ലിയർ ആണോ? ഇത്തരം എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലേ, നമ്മുടെ വീട്ടിൽ വാട്ടർ സ്പ്രെഡ് ആയി നമ്മൾ എന്ത് ചെയ്തും, ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് എടുത്ത് നമ്മളത് വൈപ്പ് ചെയ്തെടുക്കും. അതേപോലെ ഇത്തരം സ്പില്ലേജിന് ഇപ്പൊ കെമിക്കൽ ആണെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ബ്ലഡ് ആണെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? പ്രൊവൈഡ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്സ്, അത് അബ്സോർബ് ചെയ്യാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഏതൊക്കെ? അബ്സോർബൻ പാഡ്സ് ആവാം അല്ലെ, അത് അബ്സോർബ് ചെയ്തെടുക്കാൻ തരത്തിലുള്ള പാഡ്സുകളാകാം, ഗ്ലൗസ് ആകാം, ഗൗൺസ് ആവാം, മാസ്ക്, ഇതേപോലുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്താണ്? ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ഓക്കെ, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. ഓൾ ഹോസ്പിറ്റൽസ് staff should be given training on how to respond to leakage and how to use leakage response equipments. എന്താണ് അതിൽ പറയുന്നത്?
ഹോസ്പിറ്റൽസിലെ എല്ലാ സ്റ്റാഫുകളും എന്താണ് ഇതിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഏതൊരു സ്പില്ലേജ് ഒരു വേസ്റ്റ് ലീക്കേജ് ഉണ്ടായാൽ അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യണം, ഏത് സൊല്യൂഷൻ യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിന് ഹോസ്പിറ്റൽസിലെ എല്ലാ സ്റ്റാഫിനും കൊടുത്തിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ PPE പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഹോസ്പിറ്റൽസ് PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. അത് എങ്ങനെ യൂസ് ചെയ്യണം, ഓക്കെ, സൊല്യൂഷൻ ഉണ്ട് അല്ലോ, ഇത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഈ ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം. ഈ സ്റ്റാഫിനെല്ലാം എന്താണ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ട്രെയിൻഡ് സ്റ്റാഫ് വിൽ ലീക്കേജ് റെസ്പോൺസ്. ഹോസ്പിറ്റൽസിലെ എല്ലാ സ്റ്റാഫിനും ഇതിനെക്കുറിച്ച് വ്യക്തമായ ട്രെയിനിങ് നൽകിയിരിക്കണം. Then use proper leakage containment materials. Leakage containment refers to the process. Leakage containment refers to the process in which spillage or leakage of a liquid or other dangerous material is kept within a blockade. That means spill containment actually stopping and preventing a spill from spreading. എന്താ അതിൽ പറയുന്നത്? എന്താണ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്? എന്താ നമ്മളിപ്പോ പറഞ്ഞ എന്താ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്? അതിനെ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോളിലാക്കുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാവുന്ന, നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്ന മെറ്റീരിയൽസ് ആണ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഓക്കെ, അബ്സോർബൻ പാഡ്സ്, ടിഷ്യൂസ്, സ്പഞ്ച് പോലുള്ളവ. ഓക്കെ, ദെൻ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്താണ്? ലീക്കേജ് കണ്ടെയ്ൻമെന്റ് ഒരു ലിക്വിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ തടഞ്ഞു നിർത്തുക, സ്പ്രെഡ് ചെയ്യാതെ തടഞ്ഞു നിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഷ്യനിലേക്ക് ഷിപ്പിൽ നിന്നും ഓയിൽ സ്പ്രെഡ് ആകാറുണ്ട്, കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇത്തരം ഓയിൽ സ്പ്രെഡ് ആയാൽ അത് ദൂരത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് അവർ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം എന്ന് പറയും. ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം. ആ ഓയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് അവർ കവർ ചെയ്യും. അപ്പൊ കവർ ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രത്യേകത? ഇത് മറ്റു സ്ഥലത്തേക്ക് എന്താണ് സ്പ്രെഡ് ആകില്ല. ഓക്കെ, ക്ലിയർ ആണ്? ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്, ഏതെങ്കിലും ഒരു സ്പില്ലേജ്, ഏതെങ്കിലും ഒരു മെറ്റീരിയൽസിന്റെ ലീക്കേജ് ഉണ്ടായാൽ അത് സ്പ്രെഡ് ചെയ്യാതെ തടയാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കണം. ക്ലിയർ ആണോ? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. പറയാം ഒന്നുകൂടി പറയാം. എന്താ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് ഇത്തരം സ്പില്ലേജിനെ, ഇത്തരം ലിക്വിഡിന്റെ വേസ്റ്റ് സ്പില്ലേജിനെ, ലീക്കേജ് ഉണ്ടായാൽ അത്തരം സ്പില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്രെഡ് ചെയ്യാതെ കൺട്രോളിലാക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ അബ്സോർബ് ചെയ്തെടുക്കുകയോ വൈപ്പ് ചെയ്തെടുക്കുകയോ വേണം അല്ലെ? അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് അബ്സോർബൻ പാഡ്സ് ആകാം, സ്പഞ്ച് ആകാം, ടിഷ്യൂ ആകാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ്സ്, ഇത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതായത് സ്പ്രെഡ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യില്ലേ, തടയില്ലേ, ആ ഒരു പ്രോസസ്സിനെയാണ് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അതായത് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ തടയുന്ന പ്രോസസ്സിനെയാണ്, ബ്ലോക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇത് അബ്സോർബ് ചെയ്തെടുക്കുന്നത്? ഇത് സ്പ്രെഡ് ആയാലും നമുക്കറിയാം അല്ലെ, ഹ്യൂമൻ ഹെൽത്തിനേക്ക് അഫക്ട് ചെയ്യും. അപ്പൊ മറ്റുള്ളവരിലേക്ക് ഇത് പടരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മുൻകരുതലുകൾ എടുക്കണം, വേണ്ടേ? പ്രോപ്പർ ആയിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യണം, ക്ലീൻ ചെയ്യണം ആ ഏരിയ. ക്ലിയർ ആണോ? ഇപ്പോ യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഇത്രയും മനസ്സിലാക്കിയാൽ നമ്മളത് സ്പ്രെഡ് ചെയ്യാതെ തടയാനായിട്ട് എന്താണ് ചില മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തോ ക്ലിയർ ആണോ? Next one is എന്താണ്? ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. എങ്ങനെയായിരിക്കണം? ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്ന ഇത്തരം വേസ്റ്റുകളെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും വേണം അല്ലെ? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും
എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം. ഹോസ്പിറ്റൽ പോളിസി ഉണ്ടല്ലോ, ഹോസ്പിറ്റൽസിന് ഇതിനെങ്ങനെ വ്യക്തമായ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി അനുസരിച്ചായിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പ്രോപ്പർ ലൊക്കേഷനിലായിരിക്കണം ഇത്തരം സ്പില്ലേജ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായിരുന്നു? ഐഡന്റിഫൈ ദ spillage waste, evaluate the have a leakage response plan in place. Mute you please. Provide after leakage. Anjali, please mute Anjali. Okay. Please. Mute you. ഓക്കെ, ഹോസ്പിറ്റൽസിന് ഇത് ഇത്തരം സ്പില്ലേജ് ഉണ്ടായാൽ എങ്ങനെ ഇതിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്? ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്? മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, മ്യൂട്ട് ചെയ്തു. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഇത്തരം സ്പില്ലേജ് ഉണ്ടായാൽ അത് ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ്? ഓക്കെ, ഏത് ടൈപ്പ് ആണെന്ന് അറിയണം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചു. ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു അത്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ആകാം, കെമിക്കൽസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഷാർപ്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് പഠിച്ചു. അതിൽ ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ഇവാലുവേറ്റ് ദ റിസ്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള റിസ്കുകൾ, അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, പിന്നെ ഏതാ? ക്യാരി ഔട്ട് ആപ്റ്റ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. ഈ ലീക്കേജിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട്, അതായത് സ്പ്രെഡ് ചെയ്യാതെ കൺട്രോളിലാക്കാനായിട്ട്, സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം? ഓക്കെ, ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? ആ ഏരിയ എങ്ങനെ ക്ലീൻ ചെയ്യണം? ഏത് സൊല്യൂഷൻ ആണ്? ഓക്കെ, ആ ടൈപ്പ് ഓഫ് സ്പില്ലിനനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റൽസിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ആയിരുന്നു പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്സ്. ഏതൊക്കെയാണ്? അബ്സോർബൻ പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക്. അതായത് ഇത്തരം സ്പില്ലേജ് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യണം. അതായിരിക്കണം അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം, ഗ്ലൗസ് ആയിരിക്കാം, ഗൗൺസ് ആയിരിക്കാം, മാസ്ക്. ഓക്കെ, തുടങ്ങിയ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽസ് ആണ്. ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ഒരു ലീക്കേജ് ഉണ്ടായാൽ അതിനെക്കുറിച്ച് അറിവുള്ള എല്ലാ സ്റ്റാഫുകളും എന്തായിരിക്കണം? ട്രെയിൻഡ് ആയിരിക്കണം. ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ്, ആ സ്പില്ലേജിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ആ സൊല്യൂഷൻ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം അവിടുത്തെ ഹോസ്പിറ്റൽസിലെ എല്ലാ സ്റ്റാഫിനും ട്രെയിനിങ് നൽകിയിരിക്കണം. ഓക്കെ, ദെൻ യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അപ്പൊ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്പ്രെഡ് ചെയ്യാതെ അതിനെ ബ്ലോക്ക് ചെയ്യുക, ആ തടയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അതിന് ധാരാളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽസ്, കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം, ഓക്കെ, ടിഷ്യൂ ആയിരിക്കാം. എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നത്? ഫ്രം സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി. ഓക്കെ, ലാസ്റ്റ് വൺ എന്താ? ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ പ്രോപ്പർ മാനർ. ഇത്തരത്തില് സ്പില്ലേജ് ഉണ്ടായ എല്ലാ വേസ്റ്റുകളെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചല്ലോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ സ്പില്ലേജ് ഉണ്ടായാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം? ഓക്കെ, ആ ടോപ്പിക്. പിന്നെന്താണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. മെർക്കുറിയുടെ സ്പില്ലേജ് ആണ്, ഓക്കെ, മെർക്കുറിയുടെ ലീക്കേജ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം? ഈ രണ്ട് ടോപ്പിക്കും റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലിയർ ആണോ? ആ ടോപ്പിക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? ഫസ്റ്റ് എന്തായിരുന്നു? സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഇത്തരം സ്പില്ലേജ് വേസ്റ്റിന്റെ സോഴ്സ്, ഉറവിടം എവിടെ നിന്നൊക്കെയാണെന്ന്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ഉറവിടങ്ങൾ? ഏതൊക്കെയായിരുന്നു അല്ലെങ്കിൽ സോഴ്സസ് ഏതൊക്കെയായിരുന്നു?
മെഡിക്കൽ പ്രൊസീജിയർ, ലബോറട്ടറി വേറെ ടെസ്റ്റിംഗ്, ആരും അൺമ്യൂട്ട് ചെയ്യും. പേഷ്യന്റ് കെയർ, ഓക്കെ സുജ പറയൂ ഏതൊക്കെയാണ്? patient care, handling, the disposal of medical waste, maintenance and നെറ്റിഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. repair of medical equipment, fill in the course of transport. ഓക്കെ ഇതൊക്കെയാണ് സോഴ്സസ് അല്ലെ. മെഡിക്കൽ പ്രൊസീജിയർ എങ്ങനെയാണ് ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത് മൻഹ? നമ്മൾ സർജറീസ് ചെയ്യുമ്പോഴും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡയാലിസിസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് വേസ്റ്റ് ലീക്കേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതൊരു സ്പില്ലേജ് വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഏതാ? ലബോറട്ടറി ടെസ്റ്റിംഗ്. ലബോറട്ടറി ടെസ്റ്റിംഗ് എങ്ങനെയാണ് ഒരു റീസൺ ആവുന്നത് അല്ലെങ്കിൽ സോഴ്സ് ആയിട്ട് മാറുന്നത്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി നമ്മൾ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അത് ഈ കെമിക്കൽസ് ഒന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഉള്ളതല്ല. അപ്പോൾ അതൊക്കെ ലീക്കേജ് ആയി കഴിഞ്ഞാൽ അതൊരു സ്പില്ലിംഗ് വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. ഒരു സോഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ മൻഹ മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ നെക്സ്റ്റ് വൺ പേഷ്യന്റ് കെയർ എങ്ങനെയാണ്? അനാമിക പേഷ്യന്റ് കെയർ എങ്ങനെയാണ് ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത്? എങ്ങനെയാണ് പേഷ്യന്റ് കെയർ ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത്? പേഷ്യന്റ് കെയർ പറയൂ ഉമ. ഓക്കെ ഉമ കണ്ടിന്യൂ. പേഷ്യന്റ് കെയർ അവർക്ക് പേഴ്സണൽ ക്ലീൻ ചെയ്യുമ്പോൾ, അവർ ബെഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, ബെഡ് പാൻസ് ക്ലിയർ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് ഉണ്ടാകുന്ന റിസ്ക് ഉണ്ട്. അതാണ് പേഷ്യന്റ് കെയർ. ഓക്കെ അപ്പൊ ഇത്തരം പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ബെഡ് പാൻസ് ക്ലിയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബെഡ് ലൈൻസ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴേക്ക് എന്താണ് ഇതൊരു ലീക്കേജ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് അതിലെന്തായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഹോസ്പിറ്റലിലെ മെഡിക്കൽ വേസ്റ്റുകളിൽ ഷാഫ്റ്റ്സ്, പിന്നെ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ്, പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ പ്രോപ്പർ ആയിട്ട് ഉള്ള ഹാൻഡ്ലിംഗ് ഇല്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പോസൽ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു മെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ലീക്കേജിന് കാരണമാകും. പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും, പ്രോപ്പർ ആയിട്ട് ഇത് ഡിസ്പോസ് ചെയ്തില്ലെങ്കിലും അതെന്താണ് സ്പില്ലേജ് വേസ്റ്റിന് ഒരു സോഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ റിപ്പയർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ഇതൊരു സോഴ്സ് ആയിട്ട് മാറുന്നത്? നമ്മൾ സ്കാനിങ്ങിന് അതിനൊക്കെ ഉപയോഗിക്കുന്ന കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, പിന്നെ ഡിവൈസസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ റെഗുലർ ആയിട്ട് മെയിൻ്റെനൻസും റിപ്പയർ ഒക്കെ ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസും വേസ്റ്റ് ആയിട്ട് മാറും, ആ ഡിവൈസുകളും വേസ്റ്റ് ആയിട്ട് മാറും. അതൊരു ലീക്കേജിന് കാരണമാണ്. ഓക്കെ ദെൻ സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് ഹോസ്പിറ്റലിന്റെ അകത്തേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കോ കൊണ്ടുപോകുന്ന വേസ്റ്റുകൾ, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ലാബോറട്ടറി സാമ്പിൾസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ ലീക്കേജിന് കാരണമാകുന്നുണ്ട്. ഓക്കെ അപ്പൊ അതൊക്കെ ക്ലിയർ ആണല്ലോ. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് വൺ ആയിരുന്നു. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാണ്? ഏതൊക്കെയാ ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്? ബോഡി ഫ്ലൂയിഡ്, കെമിക്കൽസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഒരാള് കണ്ടിന്യൂ ചെയ്യൂ. ഷഹന എല്ലാരും കൂടെ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആണ്. Blood and body fluids, sharps, chemicals, radioactive materials, organic materials, and other materials like mercury and lead. ഓക്കെ മെർക്കുറി, ലെഡ് പോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ്. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് പഠിച്ചു. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്.
ഇത്തരത്തിലുണ്ടാവുന്ന ലീക്കേജ് അല്ലെങ്കിൽ ഈ വേസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഓക്കെ, എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതിന് ചില സ്റ്റെപ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഓക്കെ, അതിലെന്താ പറയുന്നത്? ഐഡന്റിഫൈ ദ സ്പില്ലേജ്. ഹോസ്പിറ്റലില് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എപ്പോഴും. അതായത് ഈ വേസ്റ്റ് ഇതിനെ കുറിച്ചൊരു പ്ലാൻ, ഇത് എന്തിട്ടാ അതിന്റെ ടൈപ്പ് സ്പില്ലേജുകൾ ടൈപ്പ് വേർതിരിച്ച് കാണാനും, പിന്നെ അതിന്റെ റിസ്ക് മനസ്സിലാക്കാനും, പിന്നെ അതിന് വേണ്ടിയിട്ട് ആപ്റ്റ് മെഷേഴ്സ് ഒക്കെ എടുക്കാനും, അത് നിയന്ത്രണത്തിലാക്കാനും, പിന്നെ അത് ക്ലീനപ്പ് ഒക്കെ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ളൊരു പ്ലാനും എപ്പോഴും ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽസിൽ. സ്പില്ലേജിന്റെ സമയത്ത് ഏത് തരത്തിലുള്ള സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഓക്കെ, ഏത് ടൈപ്പ് സ്പില്ലേജ് ആണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഹോസ്പിറ്റൽസിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. എന്താണ്? റെസ്പോൺസ് എക്യുപ്മെന്റ്, സോറി, അതിലെന്താ പറയുന്നത്? പ്രോപ്പർ എക്യുപ്മെന്റ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ്, മാസ്ക്, അതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും കരുതിയിരിക്കണം. അതിൽ നിന്നുള്ള ലീക്കേജ് ഉണ്ടാവാൻ. ഹോസ്പിറ്റൽസ് ആപ്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താണ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ? നെക്സ്റ്റ് വൺ എന്താ? ട്രെയിൻഡ് സ്റ്റാഫ് വേണം. ട്രെയിൻഡ് സ്റ്റാഫ് ലീക്കേജ് റെസ്പോൺസ്. ട്രെയിൻഡ് സ്റ്റാഫ് വേണമെന്ന് പറയാൻ കാരണം എന്താ? അത് എങ്ങനെയാണ് അത് എവിടെ നിന്നാണ് ലീക്കേജ് ഉണ്ടാവണേ, അത് എങ്ങനെ യൂസ് ചെയ്യണേ, അതിനെ എങ്ങനെ അത് നിയന്ത്രണത്തിലാക്കണേന്നൊക്കെ അറിയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. ഒരു ട്രെയിനിങ് സ്റ്റാഫിന് മാത്രമാണ് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അതിന് ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഏത് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ആരോട് ഇൻഫോം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ട്രെയിനിങ് സ്റ്റാഫിന് മാത്രമാണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ സ്റ്റാഫിനെയും എന്താണ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതിലെന്താ പറയുന്നത്? അതായത് ഈ ഒരു സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായി, അതായത് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്ന, അതിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകൾ എപ്പോഴും മെറ്റീരിയൽസ് കരുതിയിരിക്കണം. അതായത് ഇപ്പോ ഈ ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂംസ് പോലെ ആ ലീക്കേജ് ഉണ്ടാവുമ്പോൾ അതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് എപ്പോഴും കരുതിയിരിക്കണം. ലിസൺ, ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂംസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഓക്കെ, ഓഷ്യനില് ഷിപ്പുകളില് ഓയിൽ സ്പ്രെഡ് ആയാൽ യൂസ് ചെയ്യുന്നതാണ് ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം. ഓക്കെ, ഓഷ്യൻസില് കടലിലൊക്കെ സമുദ്രങ്ങളിൽ ഷിപ്പുകളിൽ നിന്നും ഓയിൽസ് സ്പ്രെഡ് ചെയ്യാറുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് ഓയിൽ കണ്ടെയ്ൻമെന്റ് ബൂം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതല്ല പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? എന്തോ എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞു വന്നപ്പോ അങ്ങനെയായി പോയി. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താണ് ഇതിനെ കൺട്രോളിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. എങ്ങനെയായിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്? ലോക്കൽ റെഗുലേഷൻസ്, റൂൾസ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും അനുസരിച്ചായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ പോളിസീസും അനുസരിച്ചായിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഒന്നും കൂടി പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് പോയിന്റ് ഒരിക്കലും കൂടി പറഞ്ഞുതരും. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. നമ്മൾ എന്തിനാണ് ഈ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം നമ്മൾ ഇത്തരം അബ്സോർബന്റ് പാഡ്സ് ആയിക്കോട്ടെ, ടിഷ്യൂ ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, സ്പഞ്ച് ആയിക്കോട്ടെ, ഇത്തരം എക്യുപ്മെന്റ്സിനാണ് നമ്മൾ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് അത് സ്പ്രെഡ് ചെയ്യാതെ അതിനെ തടയണം. നമ്മുടെ ഇപ്പൊ വെള്ളം സ്പ്രെഡ് ആയാലും നമ്മൾ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് അതിനെ വൈപ്പ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ഇത്തരം സ്പില്ലേജ് ഉണ്ടായാൽ അത് സ്പ്രെഡ് ആകാതെ നമുക്ക് തടയണം. ഓക്കെ, ഇത് തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് സ്പ്രെഡ് ചെയ്ത എന്താ പ്രശ്നം, എന്താ പ്രോബ്ലം?
നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റിനെ ഹാംഫുള്ളി അഫക്ട് ചെയ്യും. പലതരം അസുഖങ്ങൾ പടരാനായിട്ട്, പകർച്ചവ്യാധികൾ പിടിപെടാനായിട്ട് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ അതിനു വേണ്ടി, അതിന് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അബ്സോർബൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞത്, ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്യില്ലേ, ആ തടയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാ നമ്മൾ കൺട്രോളിലാക്കുന്നത്? എന്തിനാ? അബ്സോർബ് ചെയ്യുന്നത് എന്തിനാ? സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സ്പ്രെഡ് ചെയ്താല് അത് എന്താണ്, ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്ട് ചെയ്യും. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അബ്സോർബ് ചെയ്തെടുക്കണം, അതിനെ റിമൂവ് ചെയ്ത് ആ ഏരിയ ക്ലീൻ ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയാണ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതാണ്? മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സും മെർക്കുറി സ്പില്ലേജ് ഉണ്ടായാൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം. ഓക്കെ, അതിനും ചില സ്റ്റെപ്പുകൾ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന് സ്പില്ലേജ് ഉണ്ടായാൽ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. ഈ 2 ടോപ്പിക്കും ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ഇതിന്റെ MCQ അയച്ചേക്കാം, അത് ചെയ്യണം. ലാസ്റ്റ് ക്ലാസ്സിൽ MCQ എല്ലാവരും ചെയ്തായിരുന്നോ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, ബൈ. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. മാമിന്റെ പേരെന്താ? എന്റെ പേര് ശരണ്യ. ശരണ്യ മേഡം. അവിടെ ഇതിൽ ലാസ്റ്റ് പറഞ്ഞില്ല, നമ്മൾ പോയിന്റ് പറഞ്ഞില്ലേ, ലീക്കേജ് ഓഫ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അത് കഴിഞ്ഞിട്ട് എന്ത് പോയിന്റ് പറഞ്ഞു? ഞാൻ കേട്ടില്ല അത്.
ഹലോ, ഇതിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ഓപ്പൺ ചെയ്യാന്നൊന്ന് പറഞ്ഞുതരാമോ? എനിക്ക് അതിന്റെ ക്ലാസ് റൂം കോഡ് കിട്ടണില്ലേ.